ചില ആൾക്കാർ എന്ത് കച്ചവടം തുടങ്ങിയാലും വിജയിക്കും. എന്നാൽ അതേ കച്ചവടം നടത്തുന്ന എത്ര കച്ചവടക്കാരുണ്ടെങ്കിലും അവർക്ക് പൈസ ഇല്ലെങ്കിലും ഒരുത്തിന് നല്ല കച്ചവടം ഉണ്ടാകും. ചിലപ്പോൾ അവൻ പള്ളിയിലും വരത്തില്ല, നിസ്കരിക്കാറണമെന്നില്ല. ചില ആൾക്കാർക്ക് അല്ലാഹു വലിയ അനുഗ്രഹം കൊടുക്കും. അപ്പൊ ഈ മനുഷ്യൻ വിചാരിക്കും, എന്റെ തഴമ്പ് കണ്ടിട്ട് അല്ലാഹു തരുന്നതാണ്. ഞാൻ ഏത് ബിസിനസ് തുടങ്ങിയാലും വിജയിക്കുന്നുണ്ട്, എനിക്ക് വലിയ വണ്ടിയായി, എനിക്ക് 2 കടയായി, എനിക്ക് 2 നില വീടായി. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അല്ലാഹ് എന്നോട് എന്തോ പ്രത്യേക സ്നേഹം കൂടിയിട്ട് തന്നതാണെന്ന്. ഒരിക്കലും അങ്ങനെ കരുതണ്ട. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിന്റെ അയൽവാസിക്ക് ആകെ ഒരു നിലയുള്ള വീടായിരുന്നു, ഇപ്പൊ 2 നിലയായി. അവൻ ആകെ ഒരു അൾട്ടോയായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പൊ ഇന്നോവയായി. എന്തേ അതിന്റെ കാരണം? എൻ്റെ താത്താമാര് കേട്ടോണം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര് നല്ല ഗൗരവത്തിൽ കേൾക്കണം. എന്തുകൊണ്ടാണ് അള്ളാഹു അവർക്ക് കൊടുക്കാനുള്ള കാരണം? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ ഞാൻ അള്ളാഹു നിങ്ങൾക്ക് ആർക്കെങ്കിലും തന്ന ഒരു അനുഗ്രഹം കണ്ടിട്ട് ഞാൻ അസൂയ വെക്കാം. ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അള്ളാഹു തന്ന ഒരു അനുഗ്രഹം കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും എനിക്ക് റബ്ബ് തന്ന ഒരു അനുഗ്രഹം കണ്ടിട്ട് ഇപ്പം വലിയ പ്രവാചകനായി, ഇവൻ എന്തുവാപ്പ ഇങ്ങനെ നടക്കാന് എന്ന് എന്നോട് നിങ്ങൾ ആരെങ്കിലും അസൂയ വെച്ചാൽ, ഇല്ലെങ്കിൽ പോട്ടെ, എൻ്റെ കാര്യം പോട്ടെ, നമ്മുടെ കാര്യം വിട്ടേരെ, അള്ളാഹു കാക്കുമാറാകട്ടെ, നമുക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല. എന്ത് വന്നാലും നിന്റെ കടയുടെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ട്. ആ കട നിനക്കാണെങ്കിൽ കച്ചവടം ഇല്ല, ആ ഓപ്പോസിറ്റുള്ള കടക്കാരന് നല്ല കച്ചവടം. അപ്പൊ നീ ഇങ്ങനെ കടയുടെ മുന്നിൽ ഇരുന്നിട്ട് എന്താ ഇവന് മാത്രം ഇത്ര കച്ചവടം, എന്തുവാ അവിടെ ഉള്ളത്, ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് പടച്ചവനെ ഒന്ന് എത്തിക്കാനായില്ലായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിക്കാം. എന്നിട്ട് പറയും അവൻ അങ്ങനെ പലതും ചെയ്യും, അവിടെ കൊടുക്കുന്നത് മൊത്തം ലോക്കലാ, ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതാ, അല്ലാതെ നല്ലതൊന്നുമല്ല. നമ്മൾ എന്തെല്ലാം പറയാൻ പറ്റുമോ അതൊക്കെ പറയും. പക്ഷെ നമ്മളിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കണ്ണിന്റെ മുന്നിൽ തന്നെ അവൻ 2ാമതൊരു കട കൂടെ അങ്ങ് തുറക്കും. എങ്ങനെ? നിന്റെ ആകെ അവനൊരു കടയുണ്ടായിരുന്നുള്ളൂ, നീ അങ്ങോട്ട് അസൂയ വെക്കാൻ തുടങ്ങിയപ്പോ അവൻ 2ാമതൊന്നുകൂടെ നിന്റെ കണ്ണിന്റെ മുന്നിൽ തുറക്കും. അത് അവന്റെ കഴിവ് കൊണ്ടല്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് നിനക്കുള്ള പണിയാണ്. നിങ്ങൾ ആരെങ്കിലും മറ്റൊരാൾക്ക് അള്ളാഹു കൊടുത്ത കാര്യം കണ്ടിട്ട് നിങ്ങൾ അസൂയ വെച്ചാൽ നിന്റെ കണ്ണിന്റെ മുന്നിൽ അള്ളാഹു അവനെ വളർത്തി കാണിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ കണ്ണിന്റെ മുന്നിൽ തന്നെ അള്ളാഹു അവനെ വളർത്തി കാണിക്കും. നിന്റെയോ ഉള്ളത് കൂടെ പോയി കാണിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ നിന്റെ അയൽവാസി 2 നില വീട് വെക്കാനുള്ള കാരണം നീയാ, നിനക്കുള്ള പണിയാത്. നീ പ്രാവാൻ തുടങ്ങിയത് കൊണ്ട് അവന് 2 നില കിട്ടിയത്. അതുകൊണ്ട് സഹോദര, അസൂയ വെക്കുന്നവർക്ക് വേണ്ടി അപ്പം ദുആ ചെയ്യണമെന്ന്. കാരണം നമ്മളെ രക്ഷപ്പെടുത്താനല്ലേ നോക്കണേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അസൂയ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം തീ വിറക് തിന്നുന്നതുപോലെ നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അത് തിന്നുകളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. തടിയും തഴമ്പും നിസ്കാരമൊക്കെ ഉള്ളവരുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. പള്ളി വരും നമസ്കരിക്കാൻ വേച്ച് നടന്നു വരുന്ന വാപ്പ സങ്കടം തോന്നും, ചുമച്ച് നടക്കാൻ കഴിയാതെ വളരെ പ്രയാസപ്പെട്ട് പള്ളി വരും, നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങിപ്പോകുമ്പോൾ പള്ളിയുടെ പടിയിൽ പോയിരുന്നിട്ട് ഖതീബിന്റെ ഇറച്ചി തിന്നും. അള്ളാഹു കാക്കുമാറാകട്ടെ. ആ വാപ്പ പള്ളി വരുന്ന കണ്ട സങ്കടം തോന്നും. വെള്ളിയാഴ്ച ദിവസം 11 മണിക്ക് പള്ളി വന്നിരിക്കും ചില വാപ്പമാർ. ചില ഉപ്പമാര് പള്ളി 11 മണിക്ക് വന്നു. അള്ളാഹു ഒട്ടകത്തറുത്ത പ്രതിഫലം കിട്ടാൻ വരുന്നയാ. അവസാനം ഇറങ്ങിപ്പോകുമ്പോ നരകത്തിയിലെ വിറകും മേടിച്ചിട്ടാ പോണേ. ഇത്രയും നേരത്തെ വന്ന് നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പ് ചെയ്തതിന്റെ സൽക്കർമ്മം നാട്ടുകാർക്ക് വിളമ്പിക്കൊടുക്കുന്നവർ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത്? ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാത്തത് കൊണ്ടാണ്. കള്ളു കുടിച്ച അള്ള പുറത്തു തരും. പുറത്തു തരൂല്ലേ? പുറത്തു തരുവോ? പുറത്തു തരുവോ? കള്ളു കുടിച്ചവൻ അള്ളാഹു പുറത്തു കൊടുക്കും. വ്യഭിചരിച്ചവൻ അള്ളാഹു പുറത്തു കൊടുക്കും. പലിശ തിന്നവൻ അള്ളാഹു പുറത്തു കൊടുക്കും. എന്തിന്? എടാ, ശിർക്ക് ചെയ്തവന് പോലും അവൻ ആത്മാർത്ഥമായി തൗബ ചെയ്ത അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് പുറത്തു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എന്നാൽ അള്ള പൊറുക്കാത്ത ഒരു പാപമുണ്ട്. ഏതാണെന്നറിയില്ല? അള്ള പൊറുക്കാത്തൊരു പാപമുണ്ട്. ഏത് പാവാ? അള്ളാഹ്ക്ക് പൊറുക്കാൻ പറ്റാത്തൊരു പാപമുണ്ട്. ഏതെന്നറിയോ? നീ ഒരു പാപം ചെയ്തിട്ട് കഅബാലയത്തിൽ വർഷാവർഷം പോകാറുണ്ട്. എന്തിനാ പൈസ മുടക്കി പോണേ? ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഹജ്ജിന് പോകുന്നവരുണ്ട്, ഉംറയ്ക്ക് പോകുന്നവരുണ്ട്. എന്തിനാ പോണേ?
എന്തിനാ നീ പോകുന്നേ? അവിടെ പോയി നീ ഹജറുൽ അസ്വദ് കെട്ടിപ്പിടിച്ച് മുത്തിയിരുന്നാലും നിന്റെ പാപം അല്ലാഹു പൊറുക്കില്ല. അതേത് പാപമെന്നറിയും? അതേത് പാപമാ? നാട്ടുകാരുടെ ഇറച്ചി തിന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ നിനക്ക്, അസൂയ. എടാ, നാട്ടുകാരെ കുറിച്ച് ഈ വഅദ് പറയുന്ന എന്നെ കുറിച്ച് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മുഴുവനും പറഞ്ഞിട്ട് നീ കഅബാലയത്തിൽ പോയിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. നിന്റെ പാപം പൊറുക്കണമെങ്കിൽ എൻ്റെ മുന്നിൽ തന്നെ നീ വരണം. നിങ്ങൾ ആരെയെങ്കിലും കുറിച്ച്, ഈ സദസ്സിരിക്കണ ഏതെങ്കിലും ഒരു മനുഷ്യൻ, പ്രസിഡന്റോ ഇരിക്കുന്ന ഉസ്താദന്മാരോ, നിങ്ങൾ ആരെയെങ്കിലും കുറിച്ച് ഞാൻ എന്തെങ്കിലും വൃത്തികേടുകൾ പറഞ്ഞു പരത്തി ഇവരെ നാണം കെടുത്തിയിട്ട് ഞാൻ അല്ലാഹ് പുറത്ത് എന്ന് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. വന്നിരിക്കണ പ്രസിഡന്റിന്റെ കൈ തന്നെ പിടിക്കണം. കാക്ക, നിങ്ങളുടെ ഇറച്ചി കുറച്ച് തിന്നിട്ടുണ്ട്, പൊരുത്തപ്പെട്ടതാ. ഈ മനുഷ്യൻ പൊരുത്തപ്പെട്ടാലേ എനിക്ക് രക്ഷയുള്ളൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. മനുഷ്യനുമുള്ളത് ഞങ്ങൾ തന്നെ തീർക്കണം. അള്ളാഹും അടിമയും തമ്മിലുള്ളത് അള്ളാഹു ഗഫൂറ പുറത്തു തരും. അതാണ് വിഷയം. അതാണത് ഗൗരവത്തിൽ തന്നെ പറയുന്ന കാരണം നിസ്സാരമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. കാരണം അടിമയും തമ്മിലുള്ളത് അടിമയും തന്നെ തീർക്കണം. മനുഷ്യനുമുള്ളത് മനുഷ്യൻ പൊരുത്തപ്പെടണം. അതുകൊണ്ട് ആ മയ്യത്ത് കൊണ്ട് വെച്ചിട്ട് ഉസ്താദന്മാര് പറയുന്നത്, മനുഷ്യനാ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്ക്, നിങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ഇതിന്റെ സഹോദരങ്ങളെ, എന്ത് കാര്യമുണ്ടെങ്കിലും അതിന്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ പറയരുത്. ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ വാർത്തകൾ വരുന്ന കാലമാണ്. കാള പറ്റു, ഉടനെ 5 ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ചിന്തിക്കുന്ന, കാള പ്രസവിക്കത്തില്ലല്ലോ അല്ലാഹ്. അപ്പോഴാ ചിന്തിക്കണം. ഇന്നത്തെ ചെറുപ്പക്കാരൻ കാളെന്നല്ലേ ഇപ്പൊ പറയാ? എന്തെങ്കിലും ആവട്ടെ, ഞാൻ പറഞ്ഞിട്ട് ഇനി വേറൊന്നും ആവണ്ട. മനസ്സിലായല്ലോ? എടാ, ഇന്നത്തെ ചെറുപ്പക്കാർ അങ്ങനെ എന്തെങ്കിലും കിട്ടി അപ്പൊ തന്നെ മുക്കുമൂലയും മാത്രം. എടാ, സത്യം പറഞ്ഞാൽ നിനക്ക്